ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷ ഇതാ അങ്ങ് എത്തിപ്പോയില്ലേ? അപ്പോൾ നമുക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം ടീച്ചർ പറയുന്നത്, പരീക്ഷയെ ചിരിച്ചുകൊണ്ട് എങ്ങനെ നേരിടാം. എങ്ങനെയാ പരീക്ഷയെ ചിരിച്ചുകൊണ്ട് നേരിടാം? അടിപൊളിയായിട്ട് കൂളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാ, അത്ര തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. കുറിപ്പ്, വിവരണം, യാത്രാ വിവരണം, ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളൊരു പാഠം പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു അത്? വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ കുറിച്ചുള്ള ഒരു യാത്രാ വിവരണമായിരുന്നു അല്ലേ, SK പൊറ്റക്കാടിന്റെ. നമുക്കതൊന്ന് നോക്കിയാലോ, എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ചോദ്യം കിട്ടിയാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കരുത്. അതിൽ ചിലപ്പോൾ യാത്രാ വിവരണം എന്നൊന്നും പറയില്ല, വിവരണം തയ്യാറാക്കുക, വർണ്ണന തയ്യാറാക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അത് വെച്ചിട്ട് വേണം മക്കളെ എന്തെഴുതേണ്ടത്, ഉത്തരം എഴുതേണ്ടത്. നമുക്കൊന്ന് നോക്കാം. ഇതിനു മുമ്പ് ഒരിക്കലും ഒരു യൂറോപ്യന്റെ കണ്ണുകൾ അത് ദർശിക്കുകയുണ്ടായില്ല. പക്ഷേ ആ അഴകുറ്റ കാഴ്ച ആകാശത്തിൽ പറക്കുന്ന ദേവതകൾ പലപ്പോഴും ആശ്ചര്യത്തോടെ ഉറ്റുനോക്കിയിട്ടുണ്ടാവും. പൊറ്റക്കാട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ കണ്ട അനുഭവം വിവരിച്ചത് ഇങ്ങനെയാണ്: ഇതുപോലെ നിങ്ങൾ നടത്തിയൊരു യാത്രയിൽ നിങ്ങളെ ഏറെ ആകർഷിച്ച ഒരു കാഴ്ച വർണ്ണിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. ഇതാണ് ടീച്ചർ തൊട്ട് മുൻപിൽ പറഞ്ഞത്. നിങ്ങൾ കണ്ട ഒരു കാഴ്ച അല്ലെ, നിങ്ങൾ പോയ ഒരു യാത്രയിൽ നിങ്ങൾ കണ്ട ഒരു യാത്രയെക്കുറിച്ച് ആണ് ഇവിടെ വർണ്ണിക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് വർണ്ണന തയ്യാറാക്കുക എന്ന് പറഞ്ഞു വരാം, ലഘു യാത്രാ വിവരണം തയ്യാറാക്കാം എന്ന് പറഞ്ഞു വരാം, അതുപോലെ കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടും വരാം. എന്ത് തന്നെയായാലും ഒരേ ഉത്തരം തന്നെ എഴുതിയാൽ മതി. കാരണം എന്താണെന്നറിയാം, നമുക്ക് ഇത് യാത്രയ്ക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ, കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. അത് വർണ്ണിച്ചെഴുതുമ്പോൾ വർണ്ണനയാവുന്നു അല്ലേ? വിവരണം പോലെ എഴുതിയാൽ അത് കുറിപ്പാകുന്നു. അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. മലമ്പുഴ ഡാമും അതിരപ്പള്ളി വെള്ളച്ചാട്ടവും കാണാൻ ഞങ്ങൾ കുടുംബസമേതം പോയത് ഇപ്പോഴും മറക്കാനാവില്ല. അതിരപ്പള്ളിയിൽ ഞങ്ങൾ എത്തുമ്പോൾ നേരം ഉച്ച കഴിഞ്ഞിരുന്നു. വെള്ളം താഴേക്ക് ചാടുന്ന പാറക്കെട്ടിന് മുകളിലാണ് ആദ്യം ചെന്നെത്തിയത്. പരന്നൊഴുകുന്ന പുഴ ഒഴുക്കിന് ശക്തി കുറവായതുകൊണ്ടാവണം ആളുകൾ ഇറങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ? വെള്ളം താഴേക്ക് വീഴുന്നത് കാണണമെങ്കിൽ താഴെ ചെല്ലണമെന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ കാടിനുള്ളിലെ ഇടവഴിയിലൂടെ താഴെ എത്തി. മുകളിൽ നിന്ന് പാൽക്കുടം ചെരിച്ചതുപോലെ വെള്ളം പതഞ്ഞു വീഴുന്നത് കാണാൻ എന്തു ഭംഗിയാണ്. ഇവിടെ പ്രയോഗിച്ചത് ഒരു മനോഹരമായ ഒരു ഭാഷയാണ് അല്ലെ. നോക്കൂ, പാൽക്കുടം ചെരിച്ചതുപോലെ വെള്ളം പതഞ്ഞു വീഴുന്നത്. പാൽക്കുടം ചെരിച്ചതുപോലെയാണ് അല്ലെ വെള്ളച്ചാട്ടത്തിൽ നിന്നും വെള്ളം പതഞ്ഞ് വീഴുന്നത്. അപ്പോൾ വലിയൊരു കുളത്തിലേക്കാണ് വെള്ളം വന്നു വീഴുന്നത്. അവിടെ നിന്നും പാറക്കെട്ടുകളിലൂടെ തട്ടിത്തടഞ്ഞ് പുഴ ഒഴുകിപ്പോകുന്നു. അതിരപ്പള്ളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഈ കാഴ്ച എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. അപ്പോൾ നിങ്ങൾ പോയ ഒരു സ്ഥലത്തെ കുറിച്ച് വേണം മക്കള് വർണ്ണിക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. അത് കുറിപ്പാവാം, വിവരണമാകാം, യാത്രാ വിവരണമാകാം. ഓക്കെ, അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പരീക്ഷയെ ചിരിച്ചുകൊണ്ട് നേരിടാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അത് മാത്രമല്ല, അടുത്ത ദിവസം ലൈവ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ലൈവ് കാണുക. കൃത്യസമയത്ത് എല്ലാ വിഷയത്തിൻ്റെയും ലൈവുകളിൽ അറ്റൻഡ് ചെയ്യുക. പരീക്ഷ അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ.